വീഡിയോയിൽ ക്വിക്കായിട്ട് കുറച്ച് ലോക വാർത്തകളാണ് നോക്കുന്നത്. ഇറാനിൽ ഉണ്ടായ ഒരു പൊട്ടിത്തെറി, ആ പൊട്ടിത്തെറി കൊണ്ട് അവിടുത്തെ എയർ മൊത്തം പൊല്യൂട്ടഡ് ആണ്. ജനങ്ങൾ വെളിയിൽ വന്ന് അധിക നേരം സ്പെൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ ഇറാൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇനി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള തർക്കം വീണ്ടും അതിരൂക്ഷമായ നിലയിലേക്ക് മുന്നോട്ട് പോകുന്നു. ഇറാന്റെ ബന്ദർ അബ്ബാസ് പോർട്ടിൽ ഉണ്ടായ ഈ ഒരു പൊട്ടിത്തെറി മൂലം റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരേണ്ട ഷിപ്മെന്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ചരക്ക് നീക്കം കുറച്ച് തടസ്സപ്പെടുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇന്ത്യയെ അഫക്ട് ചെയ്യുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. ഇനി ഇന്ത്യ ചബഹാർ പോർട്ട് ത്രൂ ആണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് നീക്കേണ്ടത്. നമ്മൾ ഇതുവരെ ചബഹാർ പോർട്ട് നമ്മൾ ഏറ്റെടുത്തു എങ്കിലും അതിലൂടെയല്ല നമ്മൾ ചരക്ക് നീക്കം നടത്തിക്കൊണ്ടിരുന്നത്, നമ്മൾ ബന്ദർ അബ്ബാസ് ത്രൂ ആണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ എല്ലാം നമ്മുടെ ലോജിസ്റ്റിക്കും കാര്യങ്ങളെല്ലാം നമ്മൾ ഇനിയിപ്പം ചബഹാർ പോർട്ടിലേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓപ്പറേഷൻ വീണ്ടും നോർമലൈസേഷനിൽ വരാൻ കുറച്ച് ടൈം എടുക്കും എന്നാണ് പറയുന്നത്. അതുപോലെ ഇറാന്റെ ഉള്ളിൽ വേറൊരു സ്ഥലത്തൊരു പൊട്ടിത്തെറി, ബസ് സ്റ്റേഷൻ എന്ന് പറയപ്പെടുന്നു. അതിലുപരിയായിട്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ആ സിറ്റിക്കുള്ളിലാണ് ഈ ഒരു അപകടം നടന്നതെന്ന് പറയപ്പെടുന്നു. അവിടെയും നല്ല രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് സംഭവിച്ചത്. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു തുടരെ ഇറാന്റെ ഉള്ളിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ഒരു രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടില്ല. ഇറാൻ വിരൽ ചൂണ്ടുന്നത് ഇസ്രായേലിന്റെ സൈഡിലോട്ടാണ്. ഇസ്രായേൽ ആണെങ്കിൽ ഇന്നലെ മുതലേ ഇതിന്റെ ക്ലാരിറ്റി കൊടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്കും നിങ്ങളുടെ രാജ്യത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങൾക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വേറൊരു സൈഡിലുള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ മൊസാദ് എങ്ങാനും IRGCയിൽ പണ്ട് നടത്തിയതുപോലെ, പണ്ട് IRGCയുടെ ആൾക്കാരെ സ്വാധീനിച്ച് മൊസാദിന്റെ ആൾക്കാർ IRGCയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു, അതേപോലെ ഇനിയും ചാരന്മാർ IRGCയിൽ ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഡൗട്ടിലാണ് ഇറാൻ ഇപ്പൊ ചിന്തിക്കുന്നത്. കാരണം ആ രീതിയിലാണ് കാര്യങ്ങൾ ഇറാന്റെ ഉള്ളിൽ നടക്കുന്നത്. ഇറാന്റെ ഉള്ളിൽ ബാങ്കിങ് സൈറ്റുകൾ മൊത്തത്തിൽ ബ്ലോക്കാണ്, വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു രീതിയിലുള്ള ബാങ്കിങ് ഇപ്പൊ ഏതാണ്ട് 8 മണിക്കൂറായിട്ട് ഇറാന്റെ ഉള്ളിൽ ബാങ്കിങ് നടക്കുന്നില്ല. ആ രീതിയിലുള്ള വെബ്സൈറ്റ് ഹാക്കിംഗ് ആണ് നടന്നിരിക്കുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് ഇപ്പൊ ഇത് നോക്കുമ്പോഴത്തേക്കും ഇറാൻ ഒരു ഡൗട്ട്, കഴിഞ്ഞ ശനിയാഴ്ച ഒമാനിൽ വെച്ച് നടത്തിയ ചർച്ച 2 വിഷയങ്ങളിൽ കോൺട്രാഡിക്ടറി ഉണ്ടായതുകൊണ്ട് ആ രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഏതെങ്കിലും രീതിയിൽ ഇറാന്റെ മേളിൽ ചില ആക്രമണങ്ങൾ നടക്കുന്നോ, സൈബർ ആക്രമണങ്ങൾ, അതേപോലെ തന്നെ ഈ രീതിയിലുള്ള പൊട്ടിത്തെറികൾ, ഇതൊക്കെ മാൻമെയ്ഡഡ് ആണോ എന്നുള്ള രീതിയിലുള്ള ഡൗട്ടാണ് ഇറാൻ ഇപ്പം വന്നിരിക്കുന്നത്. അമേരിക്ക യമന്റെ ഉള്ളിൽ 800 അറ്റാക്കുകളാണ് നടത്തിയത്. അതായത് 800 തവണ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 200-ലധികം കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇതുവരെ ഉള്ള കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. പക്ഷെ അതിൽ കൂടുതൽ ഉണ്ടാവും. ഇതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് അൺഒഫീഷ്യൽ റിപ്പോർട്ടാണ്. ഒഫീഷ്യലി 90-60 എന്നൊക്കെയാണ് പറയുന്നത്. ഹൂതികൾ എപ്പോഴും കുറഞ്ഞ നമ്പറാണ് വെളിയിൽ പറയുന്നത്. പക്ഷെ ഇപ്പം പൊതുവിൽ 200-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സൗദി മീഡിയയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് വാഷിംഗ്ടൺ ഏത് രീതിയിൽ ഇറാനുമായിട്ട് ചർച്ച നടത്തിക്കോട്ടെ, അത് ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഞങ്ങളുടെ ഒപ്പീനിയൻ പ്രകാരം ഇറാൻ ഏതാണ്ട് 90% എൻറിച്ച്മെന്റ് ഫുൾഫിൽമെന്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഒരു യുദ്ധത്തിന്റെ മുറവിളിയായിട്ട് ഇറാൻ കണക്കാക്കുന്നു എന്നാണ് പൊതുവിൽ വാർത്ത വരുന്നത്. മൊത്തത്തിൽ ഈ ഒരു ഇസ്രായേലിന്റെ ഈ ഒരു കമൻസ്മെന്റിനെ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷമാണ് ഇസ്രായേൽ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് പൊതുവിൽ ആൾക്കാർ വിലയിരുത്തുന്നത്. കാരണം എൻറിച്ച്മെന്റ് പാടില്ല എന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറാന്റെ മേളിൽ. ഇറാനും അസർബൈജാനും തമ്മിൽ ഒരു ചെറിയൊരു ക്ലാഷ് ഉണ്ടായിരുന്നു. ചെറിയ ക്ലാഷ് അല്ല, വലിയ ക്ലാഷ് ആണ്. അതായത് അവരുടെ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസി അസർബൈജാൻ പോയിട്ട് മടങ്ങിയ സമയത്താണ് അയാൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഹെലികോപ്റ്റർ പൊട്ടിത്തെറിച്ച് മരണപ്പെടുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ തർക്കത്തിനെ തുടർന്ന് ഇറാനും അസർബൈജാനും തമ്മിൽ ചെറിയൊരു വിള്ളലുണ്ട്. അപ്പൊ കുറച്ച് ഡിസ്റ്റൻസിലാണ് രണ്ടുപേരും നിന്നത്. പക്ഷെ അതിനെ തുടർന്ന് അസർബൈജാൻ ഏറ്റവും കൂടുതൽ ഇസ്രായേലുമായിട്ട് അടുക്കാനാണ് തുടങ്ങിയത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യുകയും അവിടെ സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയും ആ രീതിയിലുള്ള ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകളുമായിട്ടാണ് മുന്നോട്ട് പോയത്. അതിനെ തുടർന്ന് കുറച്ച് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇറാൻ ചെയ്തിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ മസൂദ് പെസസ്കിയാൻ, ഇറാന്റെ പ്രസിഡന്റ്, ഇപ്പൊ വീണ്ടും അസർബൈജാനിൽ പോയിരിക്കുകയാണ്. അപ്പൊ അസർബൈജാനിൽ ഊഷ്മളമായ വരവേൽപ്പാണ് പുള്ളിക്ക് നൽകിയത്. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം ഈ ഇറാൻ അസർബൈജാൻ റിലേഷൻഷിപ്പ് കുറച്ച് ബെറ്റർമെന്റിലേക്ക് വരികയാണ്. അത് ഏത് രീതിയിൽ ബെറ്റർമെന്റിൽ വന്നാലും ഇല്ലെങ്കിലും ബെഞ്ചമിൻ നെതന്യാഹു നെക്സ്റ്റ് വീക്ക് അസർബൈജാൻ സന്ദർശിക്കുകയാണ്. അവരുടെ എക്കോണമി, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു അസർബൈജാൻ വിസിറ്റ് ചെയ്യുന്നത്. അസർബൈജാൻ ഇപ്പം ഇറാനുമായിട്ട് മാത്രം റിലേഷൻഷിപ്പ് വെക്കാൻ താല്പര്യപ്പെടുന്നില്ല. അസർബൈജാൻ ഇപ്പോൾ ഒരു മൾട്ടിപോളർ ആ ഒരു റേഞ്ചാണ് അസർബൈജാൻ ഇപ്പം നോക്കി കാണുന്നത്. സൗദി അറേബ്യയും ഖത്തറും കൂടെ ചേർന്നിട്ട് സിറിയയുടെ കടം വീട്ടാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ 15 ബില്യൺ വേൾഡ് ബാങ്കിൽ നിന്ന് മേടിച്ച കടം, സിറിയയുടെ കടം ഖത്തറും സൗദി അറേബ്യയും വീട്ടുന്നതായിരിക്കും. അത് എഗ്രിമെന്റ് ഓൾറെഡി ഒപ്പിട്ട് കഴിഞ്ഞു. അറിയാലോ, സൗദി അറേബ്യ ഖത്തറൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ പടപടയെന്ന് ആ കടമൊക്കെ വീട്ടാന്നേ ഉള്ളൂ. അപ്പൊ അവരാണ് ഇപ്പം ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് സിറിയയ്ക്ക് കൊടുക്കുന്നത്. ബെയ്റൂത്തിന്റെ ഉള്ളിൽ ഇന്ന് ഇസ്രായേൽ ഒരു ബിൽഡിങ്ങിലുള്ള ആൾക്കാരെ മൊത്തം ഒഴിപ്പിച്ചിട്ട് ആ ബിൽഡിംഗ് അടിച്ച് തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, തീവ്രവാദ ബന്ധമുള്ള ആ ഒരു ഹിസ്ബുള്ള എന്ന് പറഞ്ഞ സംഘടനയുടെ ബിൽഡിംഗ് ആണ് ഇതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബിൽഡിംഗിൽ പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ഇൻഫർമേഷന്റെ പുറകിലാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. ഈ ഒരു ആക്രമണത്തിൽ ജോസഫ് ആവോൻ നല്ല രീതിയിലുള്ള കണ്ടംപ്റ്റ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ഒരിക്കലും ഇങ്ങനത്തെ പ്രവൃത്തികൾ കാണിക്കരുത്. ലോക രാജ്യങ്ങൾ ഒരുമിച്ച് ഇസ്രായേലിനെ ഈ ഒരു പ്രവൃത്തിയിൽ നിന്നും
മാറി നിൽക്കാൻ ഉപദേശിക്കണം എന്നാണ് ഇപ്പം ജോസഫ് ആവൻ പറഞ്ഞിരിക്കുന്നത്. പുള്ളി എന്ത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഇത് പണ്ടേ നമ്മൾ പറഞ്ഞ വിഷയമാണ്. ഇസ്രായേലിനെ ലെബനാന്റെ ഉള്ളിൽ നിന്നും അങ്ങനെ എളുപ്പത്തിൽ പുറത്തെടുത്ത് കളയാൻ കഴിയില്ല. അതിന് ഒറ്റൊരു കാരണമേ ഉള്ളൂ, ഹെസ്ബുള്ള. ഹെസ്ബുള്ളയെ ഒതുക്കി നിർത്തി കഴിഞ്ഞാൽ ഇസ്രായേൽ അവിടെ നിന്ന് മാറി നിൽക്കും. ഹെസ്ബുള്ള അവിടെ ഉള്ളിടത്തോളം ഇസ്രായേൽ അവിടെ തലങ്ങും വിലങ്ങും ആക്രമിക്കും. അതാണ് ഇപ്പൊ ഇതിലൂടെ ഇസ്രായേൽ ഒന്നുകൂടെ തെളിയിക്കുന്നത്. ഇന്ന് ഗാസയ്ക്കുള്ളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 25 പേർ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസ് ഭാഗത്താണ് ഈ ഒരു അറ്റാക്ക് നടത്തിയത്. ഖാൻ യൂനിസ് ഭാഗത്ത് 25 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാസയ്ക്കുള്ളിൽ ഇതുവരെ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള നെക്സ്റ്റ് സ്റ്റെപ്പും ഇസ്രായേൽ എടുത്തിട്ടില്ല. ഇതുവരെ ഇസ്രായേൽ എയ്ഡ് കൊടുക്കാനുള്ള യാതൊരു മാർഗവും സ്വീകരിക്കുന്നില്ല. അപ്പൊ അതിനെ ചൊല്ലി യുണൈറ്റഡ് നേഷൻസിൽ ഇന്ന് ഈ ICC, അത് ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കിടന്ന ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എയ്ഡ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിചാരണ നടത്തുകയാണ്. അപ്പൊ അതിന് ഇസ്രായേൽ ഡയറക്റ്റ് ആയിട്ട് പ്രസന്റ് ആയില്ല. ഇസ്രായേൽ ഒരു റിട്ടേൺ നോട്ടാണ് അവിടെ അയച്ചത്. അതായത് ഒരു എഴുത്ത് കൊടുത്തയച്ചിട്ടുണ്ട്. ആ എഴുത്ത് കൊടുത്തയച്ചത് ഞങ്ങൾ ഇവിടെ ഹാജരായിട്ടുണ്ട്. അതിന്റെ എക്സ്പ്ലനേഷൻ മൊത്തം ആ എഴുത്തിൽ കൊള്ളിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ചില പോയിന്റ്സുകളുണ്ട്. ആ പോയിന്റുകൾ ഗാസയിൽ നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം ഒരു എയ്ഡ് ട്രക്കുകൾ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവർ ആയുധം കടത്തുന്നു. ഹമാസ് ആണെങ്കിൽ ഒറ്റൊരു കുഞ്ഞിനെ പോലും പുറത്ത് കാണാനില്ല, കംപ്ലീറ്റ് മാളത്തിനുള്ളിലാണ്. ഇപ്പൊ ഗാസയിൽ ശരിക്കും കുറെ പൊതുജനങ്ങൾ ഹമാസിനെ എതിർത്ത് ഭയങ്കരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിലൊന്നും യാതൊരു കാര്യമില്ല എന്നുള്ളതാണ്. ഈ ഹമാസ് ഇപ്പൊ ജനങ്ങളെ എല്ലാം വിട്ടൊഴിഞ്ഞ് അവരവരുടെ കാര്യം സേഫ് ആയിട്ട് സുരക്ഷിതമായിട്ട് മാളത്തിനുള്ളിൽ പോയി ഒളിച്ചിരിക്കുകയാണ്. ഒറ്റൊരുത്തരെയും വെളിയിൽ കാണാനില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ ഇസ്രായേൽ എന്ന് ഒഫീഷ്യലി ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് റഫ കംപ്ലീറ്റ്ലി ക്യാപ്ചർഡ്. റഫ ബോർഡർ ഫുള്ളി സീസ് ചെയ്തിരിക്കുകയാണ്. റഫ എൻറ്റയർലി കൺട്രോൾ കൊണ്ടുവന്നിരിക്കുകയാണ്. റഫയുടെ ഉള്ളിൽ ഒരു തീവ്രവാദി പോലും ഇല്ല എന്ന് ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ് ഇസ്രായേൽ. അത് ഇത്രയും നാളും അതിന്റെ വഴിയും കാര്യങ്ങളെല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നു. പക്ഷേ അതിന്റെ ഉള്ളിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഓപ്പറേഷനും സെർച്ചിങ്ങുമാണ് നടത്തിയത്. അപ്പൊ റഫയുടെ കംപ്ലീറ്റ് സെർച്ചിങ് പൂർത്തിയായിരിക്കുകയാണ്. അപ്പൊ റഫ ഫുൾ ആൻഡ് ഫുൾ ക്ലീൻ എന്നാണ് പറയുന്നത്. ഇനിയിപ്പോ റഫയിലോട്ട് ആർക്കും കടക്കാൻ കഴിയില്ല. അതായത് ഖാൻ യൂനിസ് ഭാഗത്ത് നിന്ന് ഇനി റഫയിലോട്ട് ആർക്കും കടക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പം ഖാൻ യൂനിസ് ഭാഗത്തിലേക്ക് ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അടുത്ത് ക്ലിയർ ചെയ്യാൻ പോകുന്നതും പിടിച്ചെടുക്കാൻ പോകുന്നതും ഖാൻ യൂനിസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെ സ്ഥലങ്ങൾ ചുരുക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഇപ്പൊ പുതിയ ഒരു ടാക്ടിക്സ് ആയിട്ട് ഇസ്രായേൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് നമ്മൾ നേരെ റഷ്യ ഉക്രൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം കുറച്ചുകൂടെ രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ്. കാരണം റഷ്യ തലങ്ങും വിലങ്ങും ആക്രമണം. ഈ ഞാൻ കാണിക്കുന്ന മാപ്പിൽ റഷ്യ ഉക്രൈന്റെ ഉള്ളിൽ അറ്റാക്ക് ചെയ്ത സ്പോട്ടുകളാണ് ഇവിടെ ഇങ്ങനെ ഈ നക്ഷത്രം പോലെ തിളങ്ങി കാണുന്നത്. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ കാരണം വേറെ ഒന്നുമില്ല. ഈ ട്രംപുമായിട്ട് ചർച്ച നടത്തിയിട്ട് തിരികെ വന്ന വ്ളാഡിമിർ സെലൻസ്കി റഷ്യയിലേക്ക് ഏതാണ്ട്, അതായത് റഷ്യ ഇപ്പൊ പിടിച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് 200 കിലോമീറ്റർ ഉള്ളിലേക്ക് ആക്രമണം നടത്തുകയാണ് ചെയ്തത്. അപ്പൊ അതിൽ ക്ഷുഭിതനായിട്ട് വ്ളാഡിമിർ പുടിൻ തിരിച്ചടി തുടങ്ങി. അങ്ങനെയാണ് കഴിഞ്ഞ 2 ദിവസം തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിയത്. പക്ഷെ ഇതിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതിനെ തീർച്ചയായിട്ടും ട്രംപ് കണ്ടംപ്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടംപ്റ്റ് ചെയ്തിട്ട് സെലൻസ്കിയെ ഒന്ന് ആശ്വാസപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും ഒരു ഡീൽ ഒപ്പിട്ട് മേടിക്കാനാണ് ട്രംപ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വാറ്റിക്കനിൽ വെച്ച് നടത്തിയ ചർച്ചയ്ക്ക് ശേഷം വ്ളാഡിമിർ സെലൻസ്കി വന്നിട്ട് മാക്രോണെ കണ്ട് സംസാരിക്കുകയുണ്ടായി. അപ്പൊ മാക്രോൺ പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള ആശ്വാസ വാക്കുകളൊക്കെ മാക്രോൺ പറഞ്ഞിട്ടുണ്ട്. മോസ്കോ വരെ ഞാൻ നിനക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലാതെ അവൻ എന്ത് പറയാനാണ്? ഒന്നും പേടിക്കണ്ട, റഷ്യയുടെ മോസ്കോ വരെ നമുക്കാണ് സ്വന്തം. നീ വിടാതെ അങ്ങ് പിടിച്ചു നിന്നോ, ഒരു രീതിയിൽ നീ പേടിക്കണ്ട, നിന്റെ പുറകിൽ നമ്മളുണ്ട്, കട്ടയ്ക്ക് അങ്ങ് നിന്നോ, നമ്മൾ മോസ്കോ വരെ പിടിച്ചെടുത്തിട്ടേ നമ്മൾ യുദ്ധം അവസാനിപ്പിക്കുന്നുള്ളൂ എന്നുള്ള ഒരു ഉപദേശമായിരിക്കും കൊടുത്തെന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന പറഞ്ഞാൽ 30 ദിവസത്തെ സീസ് ഫയർ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് 30 ദിവസത്തെ സീസർ. ഈ 30 ദിവസത്തെ സീസ് ഫയർ ആണല്ലോ UK വെച്ച് നടത്തിയ മീറ്റിംഗിൽ പ്രപ്പോസ് ചെയ്തത്. ആ സെയിം സാധനമാണ് വീണ്ടും അവരെടുത്തുകൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉർസുല വണ്ടർലൈൻ, അതായത് യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണറെ കണ്ട് സംസാരിച്ചു. അവിടെ സംസാരിച്ചപ്പോഴത്തേക്കും രണ്ടുപേർക്കും ഒരേ തീരുമാനം തന്നെയാണ്. 30 ദിവസത്തെ സീസ് ഫയർ ആണ് ഇപ്പോൾ സെലൻസ്കി പ്രപ്പോസ് ചെയ്യുന്നത്. അതിന് തീർച്ചയായിട്ടും വ്ളാഡിമിർ പുടിൻ സമ്മതിക്കത്തില്ല. അത് സമ്മതിക്കാത്ത എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇവര് റീആം ചെയ്യും ഉക്രൈൻ, ആ ഒരു ടൈം ലൈൻ എടുത്ത്, പിന്നെ വീണ്ടും യുദ്ധം തുടങ്ങും. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് റഷ്യ അതിനെ സമ്മതിക്കാത്തത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിരിക്കും. അപ്പൊ അതിലുപരിയായിട്ട് റഷ്യ ഒരു കാര്യം ചെയ്തത്, ഒരു വീഡിയോ പ്രൊഫൈൽ അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതായത് നോർത്ത് കൊറിയൻ സോൾജേഴ്സ് ഒരു മോബ് ഡ്രില്ല്, മിലിറ്ററി മോബ് ഡ്രില്ല് ചെയ്യുന്ന കണക്കുള്ള വീഡിയോയാണ് അവർ പുറത്തുവിട്ടത്. അപ്പൊ ഇത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഡൊണാൾഡ് ട്രംപ് എടുത്തുകൊണ്ട്, ഡൊണാൾഡ് ട്രംപ് പുടിൻ ചെയ്തത് ഒട്ടും ശരിയായില്ല, ഈ നോർത്ത് കൊറിയയുമായിട്ടുള്ള എഗ്രിമെന്റ് ഇപ്പൊ തന്നെ റദ്ദാക്കണം, എന്നിട്ട് ഒരു സീസ് ഫയർ ടോക്കിലേക്ക് വരണം എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കേട്ടിട്ട് പുടിൻ വേറൊരു തീരുമാനമാണ് എടുത്തത്. പുടിൻ പറഞ്ഞത്, എനിക്ക് യുദ്ധം പെർമനന്റ് ആയിട്ട് അവസാനിപ്പിക്കണം, ഉപാധികളില്ലാത്ത ചർച്ചയ്ക്ക് ഞാൻ തയ്യാറാണ് എന്നാണ് പുടിൻ പറഞ്ഞത്. എന്നിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു മുന്നുപാധികളും ഇല്ലാണ്ട് പെർമനന്റ് ആയിട്ട് യുദ്ധം നിർത്തുകയാണെന്നുണ്ടെങ്കിൽ വന്നോ ചർച്ച ചെയ്യാമെന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോ പെർമനന്റ് ആയിട്ട് യുദ്ധം നിർത്താൻ തയ്യാറാണോ എന്നുള്ളത് ഇനിയിപ്പോ ട്രംപ് ഉക്രൈനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സെലൻസ്കി സമ്മതിക്കണം. സെലൻസ്കി മാത്രമല്ലല്ലോ, ഇനി മാക്രോൺ സമ്മതിക്കണം, സ്റ്റാർമർ സമ്മതിക്കണം, ഉർസുല വാണ്ടർലൈൻ യൂറോപ്യൻ യൂണിയന്റെ കമ്മീഷണർ സമ്മതിക്കണം. ഇതെല്ലാം സമ്മതിച്ചാൽ മാത്രമേ ഇനി കാര്യം നടക്കുള്ളൂ. റഷ്യ എടുത്ത് സംസാരിക്കാൻ ഒരു ദിവസം മതി, പക്ഷേ ഉക്രൈനോട് സംസാരിക്കണമെങ്കിൽ 4-5 ദിവസം വേണം. കാരണം ഇവരെല്ലാം കൂടി ചേർന്ന് ആലോചിച്ച് ഒരു തീരുമാനം എത്തണേ. എന്നാൽ മാത്രമേ ഉക്രൈന്റെ സെലൻസ്കിക്ക് എന്റെ തീരുമാനം എന്ന് പറയാൻ കഴിയുള്ളൂ.
അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. അപ്പൊ റഷ്യ ഉക്രൈൻ യുദ്ധം ആ ഒരു സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്. പിന്നെ കാനഡ ഇന്ന് ഇലക്ഷനെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്ക് കർണെ ഭയങ്കര പ്രതീക്ഷയിലാണ് ഈ ഒരു ഇലക്ഷനെ നേരിടുന്നത്. ഇത് ഒരു അബദ്ധമായോ എന്ന് വരെ എനിക്കൊരു സംശയമുണ്ട്. കാരണം മാർക്ക് കർണെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള കാൻഡിഡേറ്റ് പിയർ പൊലിവർ കഴിഞ്ഞ 4-4.5 വർഷമായിട്ട് ശരിക്കും ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പിയർ പൊലിവർ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്, തള്ളിക്കളയാൻ പറ്റത്തില്ല. അതായത് പെട്ടെന്ന് മാർക്ക് കർണെ ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചത് എങ്ങനെയെങ്കിലും വിജയിക്കാം എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് കാനഡയ്ക്ക് ശരിക്കും ഒരു പരീക്ഷണ ദിവസമാണ്. ശരിക്കും ഈ ഒരു ഇലക്ഷൻ ക്യാമ്പയിനായിട്ട് 2 പാർട്ടിക്കാരും അവിടെ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞത് ട്രംപിന്റെ താരിഫാണ്. ട്രംപിന്റെ താരിഫും അമേരിക്കയുമാണ് ഇത്തവണത്തെ കാനഡയുടെ ഇലക്ഷനെ സ്വാധീനിച്ച പ്രധാനപ്പെട്ട പ്രചരണായുധം. നമ്മൾ ക്വിക്കായിട്ട് കുറച്ച് ലോക വാർത്തകളാണ് ഇതിനകത്ത് കവർ ചെയ്തത്. അപ്പൊ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.